Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ enable ചെയ്യുക. ആരുടെ നേതൃത്വത്തിലാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം രൂപീകരിച്ചത്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചിത്തരഞ്ജൻ ദാസ്. സ്വതന്ത്ര പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചത് ആര്? ഉത്തരം സി രാജഗോപാലാചാരി. ഭൂദാന പ്രസ്ഥാനത്തിന്റെയും സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഉപജ്ഞാതാവ്? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്? ഉത്തരം രാജ രാമണ്ണ. ദേശീയ സാങ്കേതിക ദിനം? ഉത്തരം മെയ് 11. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി? ഉത്തരം വി ഗിരി. ഇന്ത്യയുടെ രണ്ടാം ഘട്ട ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമം? ഉത്തരം ഓപ്പറേഷൻ ശക്തി. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു. ഭോപ്പാൽ ദുരന്തം നടന്ന കമ്പനി ഏത്? ഉത്തരം യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. UN പൊതുസഭയിൽ ആദ്യം മലയാളത്തിൽ സംസാരിച്ചത്? ഉത്തരം മാതാ അമൃതാനന്ദമയി. UNO എന്ന പേര് സംഘടനയ്ക്ക് നിർദ്ദേശിച്ചതാര്? ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായ INC സമ്മേളനം? ഉത്തരം 1897 അമരാവതി സമ്മേളനം. ബംഗാൾ വിഭജന കാലത്തെ INC പ്രസിഡന്റ് ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ INC പ്രസിഡന്റ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഉത്തരം ആനി ബസന്റ്. 1907 സൂററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം റാഷ് ബിഹാരി ബോസ്. മുസ്ലിം ലീഗ് പിറവിയെടുത്തത് എവിടെ? ഉത്തരം ധാക്കയിൽ. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച കൽക്കട്ട ദേശീയ കോളേജിന്റെ പ്രിൻസിപ്പൽ ആരായിരുന്നു? ഉത്തരം അരവിന്ദ ഘോഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.